ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി സനാഡേയും സയാൻ്റെയും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പോകുന്നതാണ് കേട്ടോ. സയാൻ ആദ്യമേ പറഞ്ഞു കേട്ടോ സ്കൂളിലേക്ക് ഞാൻ മഞ്ഞില്ലെന്ന്. പേടിയാണ് പുള്ളിക്കാരന്. സ്കൂളിലെങ്ങാനും കൊണ്ടുപോയിട്ടിട്ട് വന്നാലോ എന്നോർത്ത്. ഇനി സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. സയാൻ വരാതിരുന്നത് നന്നായി കേട്ടോ. സയാൻ വന്നാലും ഭയങ്കര വികൃതിയാണ്. ഈ പിള്ളേരോടൊക്കെ വഴക്കുണ്ടാക്കൽ തുടങ്ങും. അതുകൊണ്ട് അവർക്കും വലിയ താല്പര്യമില്ല കേട്ടോ സയാനെ കൊണ്ടുവരാൻ. പിന്നെ സയാനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി. കുറേ ദിവസമായി ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും ഒന്ന് മേടിച്ചുകൊണ്ട് പോയി തോന്നുന്നു. ഒരു മനുഷ്യനെ പോലും കാണാനില്ല ഇവിടെ. 2 പേർക്കുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു. നോട്ട്ബുക്കൊക്കെ ഞങ്ങളുടെ ഷോപ്പിലുള്ളതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. പിന്നെ സനമോക്കാണെങ്കിൽ യൂണിഫോമിൻ്റെ ഷർട്ടും വാങ്ങിക്കണം. 2 പേർക്കും കൂടെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ സനമോക്ക് 2 ജോഡി ഷർട്ടിൻ്റെ പീസും മേടിച്ചപ്പോൾ തന്നെ 10,004 രൂപ ആയിട്ടോ. കഴിഞ്ഞ തവണ സനമോക്ക് ഫുൾ ജോഡി വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഷർട്ട് ഫുൾ കൈ ആയതുകൊണ്ട് സ്ലീവ് മടക്കി വെക്കുന്നിടത്തൊക്കെ ഭയങ്കര അഴുക്കാണ്. എന്ത് ചെയ്താൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഷർട്ട് മാത്രം വാങ്ങിക്കാമെന്ന് കരുതി. സയാനക്ക് പിന്നെ ഭയങ്കര വളർച്ചയായതുകൊണ്ട് LKGയിലെ യൂണിഫോം തന്നെ ലൂസാണ്. അപ്പോൾ പിന്നെ അത് വെച്ച് തന്നെ ഈ വർഷം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ യൂണിഫോമും വാങ്ങി വേഗം വീട്ടിലേക്ക് എത്താമെന്ന് കരുതിയപ്പം പിള്ളേരാരും സമ്മതിക്കണില്ല കേട്ടോ. എല്ലാവർക്കും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്താൻ പോകണം. തൊടുപുഴ ഫാക്ടറി ഔട്ട്ലെറ്റിൽ 1 രൂപയ്ക്ക് മുതൽ സാധനങ്ങൾ ലഭിക്കുമെന്നും പറഞ്ഞ കേട്ടോ ഇതുങ്ങളീ കിടന്ന് ചാടണേ. ഞാൻ പറഞ്ഞു എനിക്ക് കാർ ഓടിച്ച് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല. കൂടെ പോകുമ്പോലെ അല്ലല്ലോ. പാർക്കിംഗ് ഇച്ചിരി പരിതാപകരമാണ്. അപ്പോൾ ഇക്ക ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. തന്നെ ആയതുകൊണ്ട് ഭയങ്കര പേടി. പിന്നെ ഇവരെ അമ്പിനും വില്ലിനും അടുക്കണില്ലാത്തതുകൊണ്ട് ഞാനെന്നാൽ ഒരു കൈ നോക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്യായ തിരക്കും. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ നോക്കി. അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഓഫർ എന്ന് പറയാൻ അത്ര വലിയ ഇതൊന്നുമില്ല. സാധാ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന റേറ്റ് തന്നെ. ചില ഐറ്റംസിന് മാത്രമേ കേട്ടോ ഓഫറുള്ളൂ. അതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഓഫറുള്ള ഐറ്റംസ് ഒന്നും നോക്കാൻ പോയില്ല. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി വേഗം ഇറങ്ങി. തിരിച്ചു പോണ വഴിക്ക് ബ്രദേഴ്സിലും ഒന്ന് കയറി. ഷേക്കൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് സനമോക്ക് ആ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി വീട്ടിൽ അവളുടെ റൂമിൽ കൊണ്ട് വെച്ചാൽ മതി. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ളതും പിന്നെ പിള്ളേർക്ക് സിപ്പപ്പും പിന്നെ സനമോക്കുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ സനമോക്ക് ഇഷ്ടപ്പെട്ടത് ഡയറി മിൽക്കാണ്. അപ്പോൾ ഡയറി മിൽക്ക് തന്നെ ഗിഫ്റ്റ് കൊടുത്തേക്കാമെന്ന് കരുതി അതും ഒന്ന് സെലക്ട് ചെയ്തെടുത്തു. എനിക്ക് ഇവരെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാനായിട്ട്. ഇപ്പം തന്നെ 1 മണിയായി. പിന്നെ എല്ലാം വേഗം വാങ്ങിച്ച് വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബായ്.